2022 ഒക്ടോബർ 22 കണ്ണൂർ ജില്ലയിലെ പാനൂരിലെ ഒരു വീട്ടിൽ പ്രായമായി മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകൾ അല്പസമയം വിശ്രമിക്കുവാനും വസ്ത്രം മാറുവാനുമായി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ വളരെ നേരമായും വീട്ടിലേക്ക് പോയ മകളെ തിരികെ കാണാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ ആ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ നിന്നും കേരളക്കരെ ആകെ ഞെട്ടിച്ച ഒരു പ്രണയപ്പകയുടെ കഥ. സസ്പെക്ട് ലിസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. വിഷ്ണുപ്രിയ, അതായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. കണ്ണൂരിലെ ഒരു ക്ലിനിക്കിൽ അവൾ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. സുന്ദരിയാണ്, കാണാൻ അതിസുന്ദരിയാണ്, നല്ല സ്വഭാവമുള്ള പെൺകുട്ടി, വീട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട മകൾ, പാർട്ടി പ്രവർത്തകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണ്. നാട്ടിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയയെ കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല. രാവിലെ ഈ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. അതിനിടയിലാണ് ഇവളുടെ മുത്തച്ഛൻ മരണപ്പെടുന്നത്, ഈ വിഷ്ണുപ്രിയയുടെ മുത്തച്ഛൻ മരണപ്പെടുന്നത്. മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ഈ വിഷ്ണുപ്രിയയും കുടുംബവുമെല്ലാം തന്റെ വീട്ടിൽ നിന്നും അല്പം അകലെയുള്ള ഈ മുത്തച്ഛൻ താമസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഈ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ മുഷിഞ്ഞ വസ്ത്രം മാറുവാനും ഇതിനിടയിൽ ഒരുപാട് സമയം നിന്നതുകൊണ്ട് അല്പസമയം വിശ്രമിക്കുവാനുമായി ഈ പെൺകുട്ടി തന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. എന്നാൽ ഒരുപാട് നേരം കഴിഞ്ഞു, ഈ പെൺകുട്ടിയെ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനായി അച്ഛനും അമ്മയും ഈ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന അവർക്ക് കാണാൻ കഴിയുന്നത് ബെഡ്റൂമിനുള്ളിൽ കഴുത്ത് മുറിഞ്ഞ് തലയുടെ ഒരു ഭാഗം തകർന്ന് മരണപ്പെട്ട് കിടക്കുന്ന വിഷ്ണുപ്രിയയാണ്. വൈകാതെ വാർത്ത നാട് മുഴുവൻ പരന്നു. ഒരു പെൺകുട്ടി വീടിനുള്ളിൽ കൊലയപ്പെട്ട് കിടക്കുന്നു. 23 വയസ്സാണ് വിഷ്ണുപ്രിയയുടെ പ്രായം. അങ്ങനെ ഈ വാർത്ത നാട് മുഴുവൻ പരക്കുന്നതോടുകൂടി ഈ പാനൂര് പ്രദേശത്ത് നിന്നും അതുപോലെ തന്നെ കണ്ണൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരേക്ക് ഓടിയെത്തുന്നു. പോലീസ് സംഘം എത്തുന്നു. എന്താണ് കൊലപാതക കാരണമെന്നോ ആരാണ് കൊന്നതെന്നോ വ്യക്തമാകാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ വിഷ്ണുപ്രിയയുടെ സുഹൃത്തിന്റെ ഒരു മെസ്സേജ് അവർക്ക് ലഭിക്കുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷ്ണുപ്രിയ തന്റെ ആൺ സുഹൃത്തുമായി വീടിനുള്ളിലിരുന്ന് ഫോണിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിലൂടെ ഒരു വ്യക്തി വരികയും അവളുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ശേഷം കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയതിന് ശേഷം ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നത് താൻ കണ്ടു എന്നായിരുന്നു ആൺ സുഹൃത്തിന്റെ മൊഴി. അപ്പോ ഈ പറയുന്നത് ഒരു വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുന്നു. ആ പെൺകുട്ടിയുടെ തല ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് തകർക്കുന്നു. അതിനുശേഷം അവളുടെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെടുന്നു. ഒരു മഞ്ഞ തൊപ്പിയും ചുമലിൽ ബാഗുമുള്ള ഒരു വ്യക്തിയെയാണ് കണ്ടത് എന്നാണ് ഈ പറയുന്ന ആൺ സുഹൃത്ത് മൊഴി കൊടുക്കുന്നത്. വൈകാതെ തന്നെ ഈ പറയുന്ന മഞ്ഞത്തൊപ്പിയും ബാഗും ധരിച്ച് നടന്നു പോയ വ്യക്തിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന വിഷ്ണുപ്രിയയുടെ വീടിന് സമീപത്തുള്ള ഒരു CCTVയിൽ നിന്നും ഈ വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന 2022 ഒക്ടോബർ 22 ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇതേപോലെ മഞ്ഞത്തൊപ്പിയും ബാഗും ധരിച്ച ഒരു വ്യക്തി നടന്നു പോകുന്നത് CCTVയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ കൂടുതൽ അന്വേഷണത്തിലാണ് ഈ കഥ ആകെ മാറി മറിയുന്നത്. ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രണയം, അതേ തുടർന്നുണ്ടായ ഒരു പ്രണയപ്പക, അതാണ് ലക്ഷ്മിപ്രിയ എന്ന 22-കാരിയായ ചുറുചുറുക്കുള്ള യുവതിയുടെ മരണത്തിൽ ചെന്ന് കലാശിച്ചത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. കാരണം ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ശ്യാംജിത്തും അതുപോലെ തന്നെ വിഷ്ണുപ്രിയയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. സത്യം എന്തെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ ശ്യാംജിത്ത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തുടുക്കണം, എപ്പോൾ ഉറങ്ങണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ശ്യാംജിത്താണ്. ഒരു സൈക്കിക് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്യാംജിത്ത് എന്ന് പറയുന്ന യുവാവ്. 23-24 വയസ്സേ ഉള്ളൂ പ്രായം. ഇവനുമായിട്ടുള്ള ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിഷ്ണുപ്രിയയ്ക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവന്റെ ഈ ഒരു ക്യാരക്ടർ അത്ര മോശമാണ്. ഇവനുമായിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുത്തനെ കൂടി എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇതാണ് വിഷ്ണുപ്രിയ ചിന്തിക്കുന്നത്. എന്താണെങ്കിലും വിഷ്ണുപ്രിയ ഈ റിലേഷനിൽ നിന്ന് മാറുന്നു. ഇതിനിടയ്ക്ക്
വിഷ്ണുപ്രിയയ്ക്ക് മറ്റൊരു ആൺ സുഹൃത്തിനെ ലഭിക്കുകയാണ്. ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തതിനെ തുടർന്നുണ്ടായ സൗഹൃദമാണ് വിഷ്ണുപ്രിയയ്ക്ക് ഈ പയ്യനുമായി ഉള്ളത്. ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കും. എന്താണെങ്കിലും ഇവനെ വിളിക്കുവാനായിരിക്കാം ഒരുപക്ഷെ വിഷ്ണുപ്രിയ തന്റെ വീട്ടിലേക്ക് തിരികെ മടങ്ങി വന്നത്. ഇവനുമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്നെ ഒഴിവാക്കി പോയ വിഷ്ണുപ്രിയയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനവുമായി ശ്യാംജിത്ത് ആ വീട്ടിലേക്ക് എത്തുന്നത്. എത്തിയ ശ്യാംജിത്ത് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം കയ്യിലുണ്ടായിരുന്ന ചുറ്റിക പോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ച് വിഷ്ണുപ്രിയയുടെ തലയ്ക്കടിക്കുന്നു. തലയ്ക്കടിയേറ്റ് വീണ വിഷ്ണുപ്രിയയെ താൻ ബാഗിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം വീട്ടിൽ നിന്നും ഒന്നും സംഭവിക്കാത്ത പോലെ ഇറങ്ങി പോകുന്നു. തൊട്ട് സമീപത്തുള്ള ഒരു തോട്ടിൽ ചെന്ന് ഈ കത്തിയൊക്കെ കഴുകി വൃത്തിയാക്കുന്നു, വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നു. ശേഷം തൻ്റെ അച്ഛൻ്റെ ചായക്കടയിൽ വന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ അച്ഛനെ സഹായിക്കാൻ നിൽക്കുകയാണ് ഈ പറയുന്ന ഈ ശ്യാംജിത്ത് ചെയ്യുന്നത്. എന്താണെങ്കിലും ശ്യാംജിത്താണ് കൊലയാളി എന്ന് മനസ്സിലാക്കുന്നു. ശ്യാംജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നപ്പോൾ ശ്യാംജിത്ത് പറഞ്ഞ ഒരു വാക്ക് അന്ന് എല്ലാവരും ചാനൽ വഴി കേട്ടതാണ്. കാരണം ഇന്നത്തെ യുവത്വത്തിന്റെ ചിന്തകൾ ഏതെല്ലാം വഴിക്കാണ് പോകുന്നത്, അവരുടെ മനസ്സ് എത്രമാത്രം വികലമായ ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആ ഒരൊറ്റ വാക്കിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. സാറേ, എനിക്കിപ്പോൾ പ്രായം 23 വയസ്സാണ്. കൂടിപ്പോയാൽ 10-14 വർഷം ഈ കേസിന്റെ പേരിൽ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഞാൻ പുറത്തിറങ്ങി അതിനുശേഷം സുഖമായി ജീവിച്ചോളാം. കാരണം ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് അധികം പ്രായമൊന്നും ആവില്ല. ഞാൻ പുറത്തിറങ്ങി സുഖമായി ജീവിച്ചോളാം എന്നാണ് ഈ ശ്യാംജിത്ത് പറയുന്നത്. കാരണം നിയമത്തെ അത്ര മാത്രമേ ഈ യുവത്വത്തിന് പേടിയുള്ളൂ. തന്നെ ഒഴിവാക്കിയ കാമുകിയെ കൊല്ലുവാനായി ആയുധവുമായി പോകുമ്പോൾ അവന്റെ മനസ്സിലുള്ള ചിന്താഗതി ഇതാണ്. കാരണം എനിക്ക് 14 അല്ലെങ്കിൽ 16 വർഷം എനിക്ക് ശിക്ഷ കിട്ടും, ജീവപര്യന്തം അത്രേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഞാൻ ഇറങ്ങും. 23 വയസ്സുള്ള എനിക്ക് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും 39 അല്ലെങ്കിൽ 36 വയസ്സേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്ന ചിന്താഗതിയെ ഭയപ്പെടേണ്ടത് തന്നെയാണ്. എന്താണെങ്കിലും ഇത്രയും വികലമായ ഈ മനസ്ഥിതിക്ക് കോടതി വിധിച്ചത് കൊലപാതകത്തിന് 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും, വീടിനുള്ളിൽ അതിക്രമിച്ച് കയറിയതിന് ഈ ജീവപര്യന്തം കൂടാതെ 10 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമായിരുന്നു. തന്റെ ആൺ സുഹൃത്തുമായുള്ള 13 സെക്കൻഡ് നീളുന്ന വീഡിയോ കോൾ കോടതി പ്രധാന തെളിവായി സ്വീകരിക്കുകയും ചെയ്തു. ഈ കേസ് കേരളത്തിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ച ഒരു കേസ് കൂടിയാണ്. വിഷ്ണുപ്രിയ ഇന്നും പാനൂരിന്റെ ഹൃദയത്തിൽ നോവായി തന്നെ നിലനിൽക്കുകയാണ്. സുന്ദരിയായ ഒരു യുവതിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, നല്ലൊരു ജീവിതം ലഭിക്കേണ്ട ഒരു പെൺകുട്ടിയാണ്. ഒരു നിരാശാ കാമുകന്റെ അല്ലെങ്കിൽ ക്രൂരനായ ഒരു സൈക്കോയുടെ കത്തിത്തുമ്പിൽ പെടഞ്ഞ് അവസാനിക്കേണ്ടി വന്നത്. പുതിയൊരു കേസുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.